അച്ഛാ എവിടെ എത്തി? മോള് ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിൽക്കുക. നീ എന്താടാ വൈകുന്നേ? ഞാൻ വിളിക്കാമേ. ठीक है, तुम CST संभालो। परेल को मुझ पर छोड़ो। आगे क्या करना है सब बाद में बताऊंगा। मेरे फोन का इंतजार करो। ഹലോ അനീഫ്ക, ഈ നമ്പർ നോട്ട് ചെയ്ത് 9004951000. IMEI നമ്പർ 351304563339. ഏതാ കേസ്? ഞാൻ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുത്തനെ പോക്കി. പേര് റഹീം. എഞ്ചിനീയർ ആണെന്ന് പറയുന്നു. കണ്ടാൽ എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നില്ല. ഒരു ID പ്രൂഫും ഇല്ല, ലൈസൻസും ഇല്ല. ഒരു ഫോൺ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഫോണിൽ നിന്ന് മെസ്സേജ് മറ്റോ കിട്ടിയോ? അതല്ലേ കുഴപ്പം. ആ പന്നി അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ രാവിലെ കാണുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. വേഗം ഒന്ന് ട്രേസ് ചെയ്ത് വിവരം പറ. ഓക്കെ, ശരി. சிவா, நீ இந்த போன் எடுக்காத எத்தனை நேரம் ഞാൻ വിളിക്കണു? വെയിറ്റ്, இப்போ உனக்கு என்ன பிரச்சனை? அவளை மீட் பண்ணிட்டியா? ഇല്ല, സ്റ്റുഡിയോയിൽ കാണാന്ന് പ്ലാൻ ചെയ്തതാ. പക്ഷെ ഇപ്പോ അവളുടെ മൊബൈലിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ നമ്പർ അവൾക്ക് അറിയാവുന്നല്ലേ, ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? என்னடா உயிரே சாங்கே தாண்டிட்டு போல இருக்கு. ഒന്ന് പോടാ. டேய் சரி சரி, உனக்கு ட்ரெயின் டிக்கெட் கிடைச்சதா? அப்புறம் இன்னொரு விஷயம், பெரிய லிரிக்ஸ் ரைட்டருடைய நம்பரை ட்ரை பண்ணிக்கிட்டு இருக்கேன். அது கிடைச்சதா நான் உனக்கு சொல்றேன். ஆமா, உனக்கு காசு கிடைச்சிச்சா? ആദ്യം പാടിയതിന് അവന്മാരുടെ കാശില്ല, രണ്ടാമത്തതാണെങ്കിൽ കടവും. அப்படின்னா எனக்கு தெரிஞ்ச இடத்துல ஒரு பெரிய ப்ரோக்ராம் நடக்குது. அங்க போனேன்னா காசு கிடைக்கும். போறியா? ഇല്ലടാ, ഞാൻ വീട്ടിലേക്ക് പോവാ. ഒരു മൂഡില്ല. ഹലോ, എല്ലാം തീർന്നു. എൻ്റെ കയ്യിൽ നിന്ന് അഡ്രസ്സും പേപ്പറും പോയി. എന്ത് അഡ്രസ്സേ അല്ലുവിനെ വിളിച്ചു നോക്കിയോ? വിളിച്ചു, പക്ഷെ അവനൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വിവരവും കിട്ടിയില്ല. എന്ത് ചോദിച്ചാലും നീ കടിച്ചു തിന്നാൻ വരും. നീ എന്നെ പറ്റി എന്താ ചിന്തിക്കാത്തത്? നിങ്ങക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തത് എന്റെ കുറ്റ. കണ്ട വിസത്തട്ടിപ്പുകാരുടെ കയ്യിലൊക്കെ കാശെടുത്ത് കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ജയിലിൽ കിടക്കേണ്ടി വരും, ഉള്ള പണി പോകുന്നൊക്കെ. നീ കുറ്റപ്പെടുത്തിക്കോ, സാരമില്ല. എന്റെ അച്ഛനും അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ദുബായിൽ നല്ല ജോലി ചെയ്ത് ജീവിക്കാന്ന്. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. പൈസ ഇപ്പൊ ആർക്കാ വേണ്ടാത്തെ? അല്ലെ തന്നെ ഞാൻ ഈ പണിക്കിപ്പോ വരുമോ? ഹലോ ഹലോ അപ്പച്ച. അല്ലു, ഹലോ, അഡ്രസ്സ് പറയാ കുട്ടാ.
അന്വേഷിച്ചു. പെൻഷൻ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് ഒരു നായർ സാറാണ്. പക്ഷെ നാളെ അയാൾക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ഫോൺ കോളിൽ അങ്ങേരെ കാര്യം നടത്തും. പക്ഷേ പെർസെന്റേജ് കൊടുക്കണം. പറ്റൂ? പറ്റില്ല. കൈക്കൂലി കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വല്യപ്പ ഹജ്ജിന് പോണില്ല. ശരി, നീ നിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നു. ഞാൻ നായർ സാറിന്റെ നമ്പർ SMS ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ വിളിച്ചോ. ആ ഹനീഫ്ക, വിവരമെല്ലാം കിട്ടിയോ? സോറി, ഇത്തവണ നിനക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. അതൊരു റഹീമിൻ്റെ തന്നെയാണ്. അയാൾ താമസിക്കുന്നത് കൊളാബായിലെ സാഗർ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് നമ്പർ 13D-ലാണ്. ശരിയാ അഡ്രസ് ഒന്നുകൂടെ പറഞ്ഞേ. സാഗർ അപ്പാർട്ട്മെന്റ്സ് സാഗർ അപ്പാർട്ട്മെന്റ്സ് ഫ്ലാറ്റ് നമ്പർ 13D-ലാണ്. ഫ്ലാറ്റ് നമ്പർ 13D, കൊളാബായി. കൊളാബ. ഓക്കെ. ഹലോ ഉറുദു, എന്നെ പുറത്തു കൊണ്ടുപോകാൻ ആരാ പ്രോമിസ് ചെയ്തേ? ഞാൻ. Now who is breaking it? ഐ എം നോട്ട് ബ്രേക്കിംഗ് ഇറ്റ്. കുറച്ചുകൂടെ സമയം വേണം മോളെ. അച്ഛാ, I need you. അച്ഛനും കൂടി ഇല്ലാതായ ഞാൻ വരാം മോളെ, ഞാൻ വരാം. ഹലോ കാർത്തി, എടാ ശിവ ഇപ്പൊ വിളിച്ചിരുന്നു. നീ അവളെ വിളിച്ചോ? ഇല്ല, എടാ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യേ. ഇനി ട്രൈ ചെയ്യുന്നില്ല. അവൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വിളിച്ചാണ്. ആരെങ്കിലും തമാശയാക്കാൻ വെറുതെ. എനിക്കെന്തോ ജസ്റ്റ് ട്രൈ മാൻ. ഇല്ല, ഇനി വിളിക്കുന്നില്ല. ആ ശിവ, சொல்லு கார்த்தி. നീ എവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞ? ഹലോ. ഹലോ. എവിടെയും പോകരുത്, ഞാൻ ഉടനെ വിളിക്കാം. ഷുവർ ഷുവർ, ബൈ.